പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ. പ്രിയ ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ്, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഉമ്മു അതിയ്യ. നമസ്കാരത്തിലൂടെ ഇഹപര വിജയം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി അല്പം സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിലെ പ്രധാനമായ അനുഷ്ഠാനവും ആരാധനയുമാണ് നമസ്കാരം. അവൻ ദിനേന നിർബന്ധമായും 5 നേരം നമസ്കരിക്കണം. പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസായിലെ 103-ാമത്തെ ആയത്തിലൂടെ പറയുന്നു, ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. നിശ്ചയമായും നമസ്കാരം സത്യവിശ്വാസികളുടെ മേൽ സമയം നിർണയിക്കപ്പെട്ട ഒരു നിയമമാണ്. നമസ്കാരത്തിന്റെ കൃത്യനിഷ്ഠയെക്കുറിച്ച് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയോട് ഞാൻ ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട കർമ്മം ഏതാണ്? നബി പറഞ്ഞു, കൃത്യമായി നമസ്കാരം നിർവഹിക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഓരോ സമയത്തും കൃത്യമായി നാം നമസ്കരിക്കണം. നമസ്കാരത്തിന്റെ സമയമാകുമ്പോൾ പള്ളികളിൽ നിന്ന് നാം ബാങ്ക് കേൾക്കുന്നു. ബാങ്കിന്റെ 1-ാമത്തെ വചനം തന്നെ അല്ലാഹു അക്ബർ, അല്ലാഹു ആണ് ഏറ്റവും വലിയവൻ. അതിനെ തുടർന്ന് അല്ലാഹു മാത്രമേ ആരാധനക്ക് അർഹനുള്ളൂ. മുഹമ്മദ് നബി അല്ലാഹുവിന്റെ പ്രവാചകനാണ്. നിങ്ങൾ നമസ്കാരത്തിലേക്ക് വരിക, വിജയത്തിലേക്ക് വരിക എന്നാണ് ബാങ്കുകാരൻ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഈ നമസ്കാരം എന്നത് നമ്മുടെ വിജയത്തിന്റെ വീഥിയാണ്. നാം ഭയഭക്തിയോടുകൂടി അള്ളാഹുവിനെ ഓർമ്മിച്ചുകൊണ്ട് നമസ്കാരത്തിലേക്ക് പ്രാർത്ഥനകളും ദിക്റുകളും സമർപ്പിക്കണം. എല്ലാം അള്ളാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ നമസ്കാരം. ഭക്തിയില്ലാത്ത നമസ്കാരം ആത്മാവില്ലാത്ത ശരീരം പോലെയാണ് എന്ന് പണ്ഡിതന്മാർ പ്രഖ്യാപിച്ചിരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂനയിൽ തുടക്കത്തിൽ തന്നെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിയൂൻ. മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു, അവർ അവരുടെ നമസ്കാരത്തിൽ ഭയഭക്തി ഉള്ളവരാണ് എന്നാണ് അള്ളാഹു വിശേഷിപ്പിച്ചത്. അപ്പോൾ എത്രത്തോളം ഇതിൻ്റെ പ്രാധാന്യമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. നമസ്കാരം കൃത്യമായി നിർവഹിക്കണം, അതുപോലെ തന്നെ ഭയഭക്തിയോടുകൂടിയായിരിക്കണം. അവലുമായി യുഹാസിബു ബിഹിൽ അബ്ദു അസ്സലാത്ത്. ആദ്യമായി ഒരു അടിമയെ വിചാരണ ചെയ്യപ്പെടുന്നത് അവൻ്റെ അനിസ്വലാത്ത്, അവൻ്റെ നമസ്കാരത്തെക്കുറിച്ചാണ്. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കർമ്മമാണ് കൃത്യമായി നമസ്കരിക്കുക എന്ന് പ്രവാചകന്റെ വചനത്തിലൂടെ നാം മനസ്സിലാക്കി. നമ്മയെല്ലാം സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയ അള്ളാഹു ഭയഭക്തന്മാരായിക്കൊണ്ട് നമസ്കരിക്കുന്ന ഒരു വിഭാഗമാക്കി അള്ളാഹുവിൻ്റെ അനുഗ്രഹ കേദാരമായ സ്വർഗത്തിൽ എത്തിച്ചേർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വാഹിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.